കോട്ടയത്ത് നിന്നും ജി ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ പണിമുടക്ക് നേരം വെളുത്ത വലിയ രീതിയിൽ അങ്ങനെ എല്ലായിടത്തും ബാധിച്ചു എന്ന് പറയാനാകില്ല. കോട്ടയത്ത് നിന്നും മലപ്പുറത്ത് നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ അവിടെ ജനജീവിതത്തെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് വാഹനങ്ങളൊക്കെ അത്യാവശ്യം ഓടുന്നുണ്ട്. കോട്ടയത്തെ നിലവിലെ സാഹചര്യം എന്താണ്? വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ടോ അതോ നിരത്തൊക്കെ ശൂന്യമാണോ? അനുശ്രീ, സ്വകാര്യ വാഹനങ്ങൾ കാര്യമായി തന്നെ റോഡിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ രാവിലെ കാണാൻ കഴിയുന്നത്. അർദ്ധരാത്രി ഏതാണ്ട് 12 മണിക്ക് തുടങ്ങിയ ഒരു ഹർത്താലാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് MC റോഡാണ്, തിരുവനന്തപുരത്തേക്കുള്ള റോഡാണ്. ഇത് ഏതാണ്ട് പൂർണ്ണമായും സ്വകാര്യ വാഹനങ്ങൾ രാവിലെ മുതൽ തന്നെ യാത്ര നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം കടകമ്പോളങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരു സമയത്തുള്ളത്. അതല്ല, കുറച്ചുകൂടി കഴിഞ്ഞാലും ഇത് തന്നെ ആയിരിക്കും സാഹചര്യം. ഇതൊക്കെ സാധാരണ കുറച്ചുകൂടി കഴിഞ്ഞ് തുറക്കുന്ന കടകളാണ്. എന്തായാലും നഗരത്തിലെ ഏതാണ്ട് എല്ലാ ഭാഗത്തും സമാനമായ സ്ഥിതി തന്നെയാണ് ഉള്ളത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. മറ്റുള്ളിടത്തൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരല്പം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അതായത് ഈ തൊഴിലാളികളൊക്കെ പണിമുടക്ക് തൊഴിലാളികൾ പ്രകടനത്തിനൊക്കെ വേണ്ടി എത്തുന്ന ഒരു സമയമുണ്ട്. അത് ഏതാണ്ട് ഒരു 9:30-10 മണിയോട് കൂടിയായിരിക്കും. ആ സമയത്തായിരിക്കും നഗരത്തിൽ യൂണിയനുകൾ അടക്കമുള്ള അവരുടെ ഒരു പ്രതിഷേധ സമരമൊക്കെ ഉണ്ടാകുക. അതിനുശേഷമൊക്കെയാണ് പലപ്പോഴും ഇനിയും തുറന്നു വെച്ചിരിക്കുന്ന കടകൾ അടയ്ക്കുക, അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ തടയുക, അങ്ങനെയുള്ള രീതിയൊക്കെ ഉള്ളത്. പക്ഷേ കഴിഞ്ഞ കുറേ ഹർത്താൽ അല്ലെങ്കിൽ ഈ സംഭവങ്ങളായി വലിയ രീതിയിലുള്ള ഒരു പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതി അല്ല ഉള്ളത്. ഈ ഹർത്താൽ കാര്യത്തിലൊക്കെ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ വന്ന ശേഷം അക്കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അങ്ങനെ കാര്യമായി കോട്ടയത്ത് കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാവിലെ കാര്യങ്ങൾ എവിടെയും അക്രമമൊന്നുമില്ലാതെ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ പൊതുഗതാഗത സംവിധാനം ഏതാണ്ട് പൂർണ്ണമായും ട്രെയിൻ ഒഴികെയുള്ള മറ്റ് KSRTC അടക്കമുള്ളതവ ഒന്നും തന്നെ ഇതുവരെ സർവീസ് നടത്തിയിട്ടില്ല. ശരി, ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ കൂടി ചേരുന്നുണ്ട്. ശരണ്യ, ആലപ്പുഴയിലെ നിലവിലെ സാഹചര്യം എന്താണ്? ഇപ്പോൾ നേരമൊക്കെ വെളുത്ത് വരുന്ന ഒരു സമയമാണിപ്പോൾ. അത്ര വലിയ രീതിയിൽ പണിമുടക്ക് ഏത് രീതിയിൽ ജനങ്ങളെ ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കുറച്ചു നേരം കൂടി കഴിയേണ്ടി വരും അതിനായിട്ട്. എങ്കിലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്താണ് ആലപ്പുഴയിലെ? നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആലപ്പുഴ കുറച്ചുകൂടി വൈകി സജീവമാകുന്ന ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ. കടകളൊക്കെ തുറക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 9 മണിയോട് അടുപ്പിച്ചാകും എന്നുള്ളതാണ് ആലപ്പുഴയെ സംബന്ധിച്ച്. അപ്പോൾ ഒരു സജീവതയിലേക്ക് കടക്കുന്ന സമയം ഒരു 9 മണി ഒക്കെ കഴിഞ്ഞാണ് എന്ന് പറയാം. ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നുണ്ട്. അത് വലിയ തോതിൽ അങ്ങനെ മറ്റ് തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു ജില്ലയാണ്. ഈ പണിമുടക്കോ കാര്യങ്ങളോ അറിയാതെ തന്നെ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പാക്കേജുകളുണ്ട്. അപ്പോൾ സഞ്ചാരികൾ പലയിടങ്ങളിലായി എത്തുന്ന ഒരു ഇടം കൂടിയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തോതിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ച് വലിയ തോതിൽ അങ്ങനെ ഒരു വാഹനം തടയലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. പക്ഷേ ഒരു അവധിയുടെ ആലസ്യം പോലെ ഇന്ന് സ്കൂളുകൾക്കുമൊക്കെ അവധിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ആളുകൾ ഇതിനെ കാണുന്നു എന്നുള്ളതാണ്. ഒരു ഞായറാഴ്ച പ്രഭാതത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ ആലപ്പുഴ കടന്നു പോകുന്നത്. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട മേഖലകൾ, അതായത് പൊതുഗതാഗത മേഖലകളെ ഇത് ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് KSRTC, ഒപ്പം തന്നെ വാട്ടർ ട്രാൻസ്പോർട്ട്, അത് ജലഗതാഗത മാർഗങ്ങൾ, ഇവയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നുണ്ട്. തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. 11 മണിയോട് അടുപ്പിച്ചായിരിക്കും ആലപ്പുഴയിൽ വിവിധ തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം ആലപ്പുഴ നഗരത്തിൽ പ്രതിഷേധ ജാഥ ഉണ്ടാകും. എന്തായാലും ആലപ്പുഴ നഗരത്തിൽ മറ്റ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഹർത്താൽ അല്ലെങ്കിൽ ഇങ്ങനൊരു പണിമുടക്ക് വരുന്ന ഘട്ടത്തിൽ കടകൾ അടച്ചു തന്നെയാണ് എല്ലാവരും അതിനോട് യോജിച്ച് പ്രവർത്തിക്കുക. എന്നാൽ ചില സ്ഥാപനങ്ങൾ തുറക്കാറുണ്ട്. അതിനെ വലിയ പ്രതിഷേധം എന്ന രീതിയിൽ അങ്ങനെ അടയ്ക്കാറോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് സഞ്ചാരികൾ പലയിടങ്ങളിലായി എത്തും. അത് ഫിനിഷിംഗ് പോയിന്റ് ഒക്കെ നമ്മൾ കേന്ദ്രീകരിച്ച് നോക്കുകയാണെങ്കിൽ ഹൗസ് ബോട്ടിലേക്കൊക്കെ നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബുക്ക് ചെയ്ത ആളുകൾ വരുന്നതാണ്. അപ്പോൾ ഇത്തരം മേഖലകളിലൊന്നും ഈ പണിമുടക്ക് ബാധിക്കാൻ സാധ്യതയില്ല എന്നുള്ള
വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. സഞ്ചാരികൾ എത്തുന്നുണ്ട്. അത് രാവിലെ തന്നെയുള്ള ഒരു ക്രൂസുകളൊക്കെ ആരംഭിക്കുന്നത് ഏകദേശം 12 മണിയോട് അടുപ്പിച്ചാണ്. ആ സമയത്ത് എത്തുന്ന ആളുകൾക്ക് കയറാൻ കഴിയുമെന്നുള്ള രീതിയിലാണ് നമുക്ക് ഇപ്പോൾ നിലവിലത്തെ ഒരു പ്രവർത്തനം അവിടെ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഈ മേഖലകൾ ഇത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പരിപാടികളായതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക്, പ്രത്യേകിച്ച് ആലപ്പുഴയുടെ പ്രധാന വരുമാന മാർഗമായ വിനോദസഞ്ചാര മേഖലയിൽ അത്ര വലിയ പ്രതിഷേധങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നിലവിൽ. കഴിഞ്ഞ പണിമുടക്ക് ദിവസങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് ആലപ്പുഴ കടന്നു പോയിട്ടുള്ളത്. പക്ഷേ കുട്ടനാടൻ മേഖലകളിൽ നിന്നൊക്കെയുള്ള വാട്ടർ ട്രാൻസ്പോർട്ട് അടക്കമുള്ള ജലഗതാഗത മാർഗങ്ങളെ അത് ബാധിക്കും, അവരുടെ സഞ്ചാരത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഇതൊരു അവധിയുടെ ഒരു രീതിയാണ് നമുക്ക് തെരുവുകൾ കാണാൻ കഴിയുന്നത്. കടകളൊന്നും തുറന്നിട്ടില്ല, തുറക്കുന്ന സമയമാകുന്നതേ ഉള്ളൂ. അതിലെത്രമാത്രം ജനങ്ങൾ ഇതിനോട് അനുകൂലമായി രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വരും മണിക്കൂറുകൾ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും പെട്രോൾ പമ്പുകളൊക്കെ അടച്ച് ഇന്നലെ രാത്രി മുതൽ അത്തരമൊരു പ്രതിഷേധമുണ്ട്. ഈ ട്രേഡ് യൂണിയൻ സംഘടനകളിൽ പെടുന്ന ആളുകൾ ഉൾപ്പെടുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ പ്രവർത്തനം ഇല്ലാതെ അവർ ആ ഒരു പണിമുടക്കിനോട് സഹകരിച്ചാണ് പോകുന്നത്. പക്ഷേ മറ്റ് മേഖലകളിൽ സാധാരണഗതിയിൽ ജനജീവിതം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ ടൂറിസ്റ്റ് ടാക്സികളൊക്കെ തന്നെ അവരുടെ ബോർഡ് വെച്ചിട്ട് ആണ് ഓടുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ കുറച്ച് കഴിഞ്ഞ് മാത്രമേ ഇത് എത്രമാത്രം ഇതിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.